നമസ്കാരം. എല്ലാവർക്കും ഐറാസ് പാരഡൈസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അയോണ അർജുൻ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് കർപ്പൂരാതി തൈലത്തെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും ഈ കർപ്പൂരാതി തൈലം എന്നത്. നമ്മളെ ആയുർവേദ ഷോപ്പിൽ പോവാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് ആയുർവേദ ആശുപത്രിയിൽ പോവാണെങ്കിലും പ്രായമായവർ തൊട്ട് ഇച്ചിരി മുതിർന്നവരൊക്കെ ചോദിച്ചു വാങ്ങുന്ന ഒരു എണ്ണ തന്നെയാണ് കർപ്പൂരാതി തൈലം. അതായത് അതിന് നല്ലൊരു സ്മെല്ലാണ്, നല്ല ഹൃദ്യമായ ഒരു സ്മെല്ലായതുകൊണ്ട് തന്നെ ഇത് പലരും ചോദിച്ചു വാങ്ങിക്കാറുണ്ട്. തൈലം കൊടുക്കുമ്പോൾ ഇതോടെ ഒന്ന് ആഡ് ചെയ്യാവോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ധന്വന്തരി തൈലത്തിന്റെ കൂടെയും മറ്റേ മുറുവെണ്ണയുടെ കൂടെയും ഒക്കെ ഇത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അതിന്റെ എഫക്റ്റ് എന്താണെന്ന് അറിയാണ്ടാണ് അവരത് യൂസ് ചെയ്യുന്നത്. എങ്കിലും അത് വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു തൈലം തന്നെയാണ് ഈ കർപ്പൂരാതി തൈലം. കർപ്പൂരാതി തൈലം എങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത്, അതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെയാണ് പറഞ്ഞു തരാം. ഫസ്റ്റ് ആയിട്ട് അതിലുള്ളത് അയമോദകമാണ്, അതുപോലെ നല്ലെണ്ണയുണ്ട്, പച്ചക്കർപ്പൂരമുണ്ട്. പച്ചക്കർപ്പൂരത്തിന് സ്മെല്ല് നല്ല സ്മെല്ലാണ്, നല്ല ഹൃദ്യമായ ഒരു സ്മെല്ലാണ്. അതുകൊണ്ടാണ് ഈ ഓയിലിന് ഇത്തരത്തിലുള്ള നല്ലൊരു സ്മെല്ല് വരുന്നത്. ഇത് നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തന്നെയാണ് ഈ കർപ്പൂരാതി തൈലം. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ കർപ്പൂരാതി തൈലം എന്തെല്ലാം അസുഖങ്ങൾക്കാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതിനെ കുറിച്ചാണ്. ആദ്യം തന്നെ ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് വാതപ്രകോപാവസ്ഥ, അതായത് നമ്മുടെ ശരീരത്തിലുള്ള വാതദോഷങ്ങൾ കാരണം ഉണ്ടാകുന്ന പല പല വിഷയങ്ങളുണ്ട്. അതിനാണ് ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ മസിൽ സ്റ്റിഫ്നെസ്, നമ്മുടെ നെക്ക് പോർഷനും അതുപോലെ ഷോൾഡർ പോർഷനും ഒക്കെ ഭയങ്കര സ്റ്റിഫ് ആയിട്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് അല്ലെ. ക്രാംസ് ഉണ്ടാവാറുണ്ട്, നമ്മുടെ മസിൽസിനൊക്കെ ക്രാംസ് ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെ ഈ കർപ്പൂരാതി തൈലം കുറച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല റിസൾട്ട് തരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് റെസ്പിറേറ്ററി പ്രോബ്ലംസിനൊക്കെ ഈ കർപ്പൂരാതി തൈലം ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ വേദന സംഹാരി ഓയിൽ, അതായത് നമ്മുടെ ധന്വന്തരി തൈലം അതുപോലെ കൊട്ടൻ ചുക്കാൽ തൈലം ഒക്കെ നമ്മൾ വേദന സംഹാരിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ നല്ല റിസൾട്ട് തരുന്നതായിട്ട് കണ്ടുവരുന്നു. അതുപോലെ മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, നമ്മുടെ സന്ധി അല്ലെങ്കിൽ നമ്മുടെ ജോയിന്റ്സിനൊക്കെ ഉണ്ടാവുന്ന ഒരു സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഈസി മൂവ്മെന്റിന് ഈ ഭയങ്കര ഒരു പിടുത്തം വരിക, അല്ലെങ്കിൽ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ പ്രായമായവരൊക്കെ പറയാറുണ്ട് നടക്കാൻ പറ്റുന്നില്ല, മുട്ടിനൊരു പിടുത്തം വരുന്നു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കർപ്പൂരാതി തൈലം വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ ഇപ്പൊ എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു അസുഖമാണ് നമ്മുടെ ടെൻഡർ എൽബോ അല്ലെങ്കിൽ ടെന്നീസ് എൽബോ എന്നൊക്കെ പറയുന്നത്. ആ ഒരു കണ്ടീഷന് ഈ കർപ്പൂരാതി തൈലം വളരെ നല്ലതാണ്. കൈ പൊക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവര്, അതുപോലെ സ്റ്റിഫ്നെസ് കാരണം മറ്റൊരു ജോലിയും ചെയ്യാൻ പറ്റാത്തവര്, പെൻ പോലും ഹോൾഡ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഈ കർപ്പൂരാതി തൈലം വളരെ നല്ലതാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് റെസ്പിറേറ്ററി പ്രോബ്ലംസിന് എങ്ങനെയാണ് ഈ കർപ്പൂരാതി തൈലം യൂസ്ഫുൾ ആവുന്നതെന്നാണ്. റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉള്ളവർ ഈ കർപ്പൂരാതി തൈലത്തിന്റെ കൂടെ കുറച്ച് ഇന്ദുപ്പൂട് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഈ ഭാഗത്തും അതുപോലെ മൂക്കിന് അവിടെയൊക്കെ തേക്കുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ മൂക്കടപ്പുള്ളവർക്കാണെങ്കിൽ, കുഞ്ഞുങ്ങൾക്കൊക്കെ മൂക്കടപ്പൊക്കെ സാധാരണ എപ്പോഴും വരാറുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കർപ്പൂരാതി തൈലം, നിങ്ങൾക്ക് അറിയാം കർപ്പൂരാതി തൈലത്തിന് രൂക്ഷഗന്ധമാണ്. അതുകൊണ്ട് തന്നെ അത് ചെറിയ കർച്ചീഫിലൊക്കെ ചെറുതായിട്ടൊന്ന് പറ്റിച്ചിട്ട് പിള്ളേരോടൊന്ന് മണക്കാനൊക്കെ പറയുകയാണെങ്കിൽ മൂക്കടപ്പൊക്കെ പെട്ടെന്ന് മാറുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ കർപ്പൂരാതി തൈലത്തിന് ഒട്ടനവധി യൂസസ് ഉണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.